എല്ലാവർക്കും ചാരുപടികളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. വളരെ ഹെൽത്തി ആണിത്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് റെസിപ്പി. ഞാൻ ഉണ്ടാക്കുന്നത് അരിയുണ്ടയാണ്. ഈ അരിയുണ്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ റെസിപ്പീസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പം ഞാൻ വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അരിയുണ്ടേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ അവലോസ് ഉണ്ടേൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പച്ചരി ഉപയോഗിച്ചിട്ടല്ല, നമ്മുടെ പുഴുക്കലരി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ പുഴുക്കലരി മട്ടേരി ഉപയോഗിച്ചിട്ടാണെങ്കിലും വെള്ളരി ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഉണ്ടാക്കാം. ഞാനിവിടെ ഇന്ന് വെള്ളരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മട്ടേരി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കളർ ചില വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. സെയിം രീതിയിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ വെള്ളരി എടുത്തിരിക്കുന്നത് 1 കപ്പാണ്. 250 ml കപ്പിന് 1 കപ്പ് പുഴുക്കലരി എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് പിന്നെ തേങ്ങയാണ്. ഒരു മീഡിയം സൈസ് തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഏലക്കായും ജീരകമാണ്. ജീരകം 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഏലക്കായ എടുത്തിരിക്കുന്ന ഒരു 10-12 എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് വെല്ലാണ്. ഇവിടെ ഞാൻ 4 വെല്ലാണ് എടുത്തിരിക്കുന്നത്. 4 ആണി വെല്ലാണ് എടുത്തിരിക്കുന്നത്. ചിരകി വെച്ചിട്ടുണ്ട്. ഇത് വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് അരി വറുത്തെടുക്കാണ് വേണ്ട. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അടികട്ടിയുള്ള പാത്രം വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കണം. വറുക്കാന്ന് പറയുമ്പോൾ നന്നായി തന്നെ വറുക്കണം. നമ്മുടെ നന്നായിട്ട് മലര് പോലെയൊക്കെ ആയി വരണം. അപ്പോൾ അതുവരെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. അരിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയപ്പോഴത്തേക്ക് അതിനകത്ത് ഏലക്കായും ജീരകം ചേർത്ത് കൊടുത്തു കേട്ടോ. അത് കാണിക്കാൻ മറന്നുപോയി. ഇട്ടുകൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നന്നായി പൊട്ടി തീരണം. അതുവരെയാണ് നമ്മൾ വറുത്തെടുക്കണത്. അരി ഇപ്പം നന്നായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം. ഒരു പൊരി പോലെ ആവേണ്ട, അതിന് മുമ്പത്തെ സ്റ്റേജിലാണ് ആയി വന്നിരിക്കുന്നത്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ആക്കാം. തീ ഓഫ് ആക്കിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ അരിൻ്റെ പാകം. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. ഈ ഒരു പാകത്തുമ്പോഴാണ് നമ്മൾ തീ ഓഫ് ആക്കേണ്ടത് കേട്ടോ. നമ്മളിനി ഇത് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. ഞാൻ മിക്സീൻ്റെ ജാറിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൊടിക്കാം. അപ്പോൾ പൊടിയുമ്പോഴത്തേക്കും നന്നായി അങ്ങ് പൊടിയേണ്ട ആവശ്യമില്ല. കുറച്ച് മാത്രം പൊടിഞ്ഞാൽ മതി. ഈ പൊടിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടല്ല ഈ പൊടിക്കണത്. ഈ തേങ്ങേൻ്റെയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒക്കെ നനവ് കൊണ്ടാണ് ഇത് പൊടിച്ചെടുക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിക്കുക. ഇപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്നും പൊടിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ പോലെ ആയിട്ടുള്ളൂ. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വെള്ളം കൂടി ഇടുന്നുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയത്, ഞാൻ 2 ആയിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മിക്സിയുടെ കപ്പാസിറ്റി അനുസരിച്ച് വേണം അടിക്കാൻ വേണ്ടിയിട്ട്. ഒന്നിച്ച് പോകി കുഴപ്പമില്ല, ഇല്ലെങ്കിൽ 2 ആക്കി അടിക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് കാണിക്കാം. മൊത്തത്തിൽ അടിച്ചെടുക്കുകയാണേ. അടുത്ത ബാച്ച് കൂടെ അടിച്ചെടുത്തിട്ടാണ് കാണിക്കാൻ പോണത്. ഇപ്പം നമ്മുടെ അരിയും തേങ്ങയും വെള്ളം എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാൻ നൈസായിട്ട്, ഇല്ലെങ്കിൽ കുറച്ച് തരിയോട് കൂടി പൊടിച്ചെടുക്കാൻ. ഞാനിപ്പോൾ തരിയോട് കൂടിയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഉണ്ട ഉരുട്ടി എടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൻ്റെ അകത്ത് ചേർക്കുന്ന വെള്ളത്തിൻ്റെയാണ്. പല വെള്ളത്തിനും പല മധുരമായിരിക്കും. മധുരം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി അരി എടുത്തിട്ട് വറുത്ത് പൊടിച്ച് ചേർത്താൽ മതിയാവും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തതിൻ്റെ അളവാണ് ഇപ്പോൾ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ നോക്കി ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി ഞാനിത് ഉണ്ടയായിട്ട് ഉരുട്ടാൻ പോവാണ്. അപ്പോൾ ഉണ്ടയിട്ട് ഉരുട്ടുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അവലോസ് പൊടിക്കൊക്കെ ഉരുട്ടുന്ന പോലെ തന്നെയാണ്. അവലോസ് ഉണ്ട ഉണ്ടാക്കണ പോലെ തന്നെ നമ്മൾ ചെയ്യുകയാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുതോ ചെറുതോ ആക്കി ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അധികം നാൾ ഇരിക്കുന്ന റെസിപ്പിയൊന്നും അല്ല. പെട്ടെന്ന് ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കുന്നതാണ്. വൈകുന്നേരമൊക്കെ ഒന്നും കഴിക്കാനില്ലെങ്കിലൊക്കെ ഇതെടുത്ത് കഴിക്കാവുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ്. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ട് അവർ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും ഇതാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഇങ്ങനെ ഉണ്ടുരുട്ടിയല്ല കഴിച്ചുകൊണ്ടിരുന്നത്, വെറുതെ കട്ടൻ ചായൻ്റെ ഒപ്പം അരി വറുത്ത് പൊടിച്ച് കഴിക്കുക ചെയ്യാറെന്നാണ്. വളരെ ടേസ്റ്റി ആയിരുന്നു. അവരൊക്കെ നൊസ്റ്റാൾജിയാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഈസിയാണ്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. നമ്മുടെ ചോറ് വെക്കുന്ന അരിയാണിത്. അപ്പോൾ പെട്ടെന്നല്ല ഉണ്ടാക്കാൻ പറ്റുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അവലോസ് ഉണ്ടയല്ല, അരിയുണ്ടയാണ്. അപ്പോൾ അവലോസ് ഉണ്ട കഴിക്കാത്തവർ എൻ്റെ റെസിപ്പി നോക്കിയിട്ട് അവലോസ് ഉണ്ട ഉണ്ടാക്കുക. അല്ലാത്തവർ ഈ അരിയുണ്ട റെസിപ്പി നോക്കിയിട്ട് അരിയുണ്ട ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ 2 റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ റെസിപ്പീസ് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം ഞാൻ നല്ലൊരു റെസിപ്പി ആയിട്ട് ഇനിയും വരും. അതുവരെയായിട്ട് എല്ലാവർക്കും ബൈ ബൈ.